بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله محمد وعلى آله وصحبه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها ورزقها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أعوذ بالله من الشيطان الرجيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഈ സൂറത്തിന്റെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ സൂറത്തുൻ നാസും കൂടിയിട്ടാണ് മുഅവ്വിദതാൻ എന്ന് അറിയപ്പെടുന്നത്. മുഅവ്വിദതാൻ, രക്ഷ തേടാനുള്ള രണ്ട് സൂറത്തുകൾ. ഖുൽ ഹുവല്ലാഹു അഹദിനെയും കൂടി കൂട്ടി മുഅവ്വിദാത്ത് എന്നും കൂടി പറയാറുണ്ട്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിന്റെ ഭാഗമല്ല, അള്ളാഹു മന്ത്രിക്കാൻ വേണ്ടി മാത്രം ഇറക്കിയതാണ് എന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. അവിടുന്ന് അഭിപ്രായത്തിൽ നിന്ന് പിന്നീട് ഭൂരിപക്ഷം സഹാബത്തിന്റെയും അഭിപ്രായത്തിലേക്ക് മടങ്ങി എന്നത് നമ്മൾ വായിച്ചതാണ്. ആ വിഷയം കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഒന്ന് കേൾക്കണം. ഈ ആയത്തിന്റെ തഫ്സീർ അല്ലാമ നാസിർ സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് ചുരുങ്ങിയ തഫ്സീറാണല്ലോ, അതാദ്യം വായിച്ചിട്ട് ബാക്കി ഇബ്നു കസീറിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, പറയുക, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, ആരോടാണ്? ഫലഖിന്റെ റബ്ബിനോട്. ഫലഖ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തഫ്സീറുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. മുൻഗാമികളുടേതായി പലവിധ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. പൊട്ടിവിടരുന്നത് എന്നാണ് ഫലഖിന്റെ വാക്കർത്ഥം. അത് പ്രഭാതം, പുലരി, രാത്രിയിൽ നിന്ന് പൊട്ടിവിടരുന്നതും, അതുപോലെ വിത്തിൽ നിന്ന് ചെടി പൊട്ടിവിടരുന്നതും. ഫാലിഖുൽ ഹബ്ബി വന്നവ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. ഫാലിഖുൽ ഇസ്ബാഹ്, അടുത്ത ആയത്തിൽ സൂറത്തുൽ അൻആമിലെ ആയത്തിൽ പുലരിയെ ഇങ്ങനെ പൊട്ടിവിടരുന്നതായി കൊണ്ടുവരുന്നവൻ. അള്ളാഹുവിന്റെ ഈ ലോകത്തുള്ള പടപ്പുകളെല്ലാം എടുത്തു നോക്കിയാലും ഒന്നുകിൽ മെല്ലെ, പതുക്കെ, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ മറ്റൊന്നിൽ നിന്ന് പൊട്ടി വളർന്നു വന്നതാണെന്ന് കാണുവാൻ സാധിക്കും. എല്ലാം സുബ്ഹാനല്ലാഹ്. അതിന്റെ തഫ്സീർ കൂടുതൽ പറയുമ്പോൾ മനസ്സിലാവും. ഫലഖിന്റെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുക. മിൻ ശർരി മാ ഖലഖ്, എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത്? മിൻ ശർരി, ഷർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന്, മാ ഖലഖ്, അവന്റെ സൃഷ്ടികളുടെ ഷർറിൽ നിന്ന്. അവൻ സൃഷ്ടിച്ച ഏതൊക്കെ ഉണ്ടോ, അല്ലാഹു അല്ലാത്തതെല്ലാം അവന്റെ സൃഷ്ടിയാണ്, അതിന്റെ എല്ലാം ഷർറിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി, ഷർറിൽ നിന്നും. എന്തിന്റെ ഷർറിൽ നിന്നാണ്? ഗാസിഖിൻ, രാത്രിയുടെ ഷർറിൽ നിന്ന്. ഇദാ വഖബ്, അത് ഇരുൾ മൂടിയതായാൽ, രാത്രി ഇരുൾ മൂടിയാൽ അതിന്റെ ഷർറിൽ നിന്നും. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, വമിൻ ശർരി, ഷർറിൽ നിന്ന്. നഫാസാത്ത്, കെട്ടുകളിൽ ഊതുന്ന, നഫാസാത്ത് ഊതിക്കൊണ്ടിരിക്കുന്ന, ധാരാളമായി ഊതുന്ന സ്ത്രീകൾ. ഫിൽ ഉഖദ്, ഉഖദ് എന്താണ്? കെട്ടുകൾ. കെട്ടുകളിൽ ഊതുന്നവരുടെ ഷർറിൽ നിന്നും. സ്ത്രീകളാണ് അവിടെ അല്ലാഹു പ്രയോഗിച്ച നഫാസാത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് പറയുന്നത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി, ഷർറിൽ നിന്ന്. എന്തിന്റെ ഷർറിൽ നിന്നാണ്? ഹാസിദ്, അസൂയക്കാരന്റെ ഷർറിൽ നിന്ന്. ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ. ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഖുൽ, ഐ ഖുൽ മുതഅവ്വിദൻ. ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക, മുതഅവ്വിദൻ, രക്ഷ തേടുന്നവനായിക്കൊണ്ട് പറയുക. അഊദു ഐ അൽജഉ വഅലൂദു വഅഅതസിം. അൽജഉ, ഞാനിതാ അഭയം തേടിച്ചെല്ലുന്നു, അഭയം പ്രാപിക്കുന്നു. വഅലൂദു, ഞാൻ എല്ലാവിധ രക്ഷയും തേടുന്നു.
വഅഅ്തസിം ഞാൻ മുറുകെ പിടിക്കുന്നു. ആരെയാണ് മുറുകെ പിടിക്കുന്നത്? ബിറബ്ബിൽ ഫലഖ് ഐ ഫാലിഖിൽ ഹബ്ബി വന്നവാ വഫാലിഖിൽ ഇസ്ബാഹ്. സൂറത്തുൽ അൻആമിൽ ആയത്തുകളിൽ നിന്ന് എടുത്തിട്ടാണ് ഇമാം സഅദി ഈ വാക്കുകൾ പറയുന്നത്. അല്ലാഹുവിനെ കുറിച്ച് തന്നെ പറഞ്ഞു, ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. സൂറത്തുൽ അൻആമിലാണ്. അല്ലാഹു വിത്തിൽ നിന്ന് വിത്ത് പുറത്തേക്ക് വിത്ത് പൊട്ടിപ്പിളർത്തി ചെടി പുറത്തു കൊണ്ടുവരുന്നവൻ, ധാന്യങ്ങളും അതുപോലെ തന്നെ അത് പിളർത്തുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല. അടുത്ത ആയത്തിൽ പറഞ്ഞു ഫാലിഖുൽ ഇസ്ബാഹ്, രാത്രിയിൽ നിന്ന് പകലിനെ പിളർത്തി പകൽ പൊട്ടിവിടരുന്നതായി അതിനെ കൊണ്ടുവരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. മിൻ ശർരി മാ ഖലഖ്, അവൻ പടച്ചവയുടെ ഷർറിൽ നിന്ന്. വഹാദാ യശ്മൽ ജമീഅ മാ ഖലഖ അല്ലാഹ്, ഈ വാക്ക് അല്ലാഹുവിന്റെ എല്ലാ പടപ്പുകളെയും, അല്ലാഹു ഏതൊന്നിനൊക്കെ പടച്ചിട്ടുണ്ടോ അതിനെല്ലാം ഇത് ഉൾക്കൊള്ളുന്നു. മിൻ ഇൻസിൻ വജിന്നിൻ വഹയവാനാത്തിൻ എന്നൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും ജന്തുക്കളും എല്ലാം ഈ മിൻ ശർരി മാ ഖലഖ് എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടുന്നു. ഫയുസ്തആദു ബിഖാലിഖിഹാ, ആരോടാണ് രക്ഷ തേടുന്നത്? ഇവയുടെയൊക്കെ പടച്ചവനോടാണ് രക്ഷ തേടുന്നത്. ഈ പടപ്പുകളുടെ ഷർറിൽ നിന്ന് അവയൊക്കെ പടച്ചവൻ ആരാണോ അവനോടാണ് രക്ഷ തേടുന്നത്. മിന ശർരി ലദീ ഫീഹാ, അവന്റെ ഈ പടപ്പുകളിലുള്ള ഷർറിൽ നിന്ന്. ആ ഷർറിന് ആരിലേക്ക് ചേർത്ത് പറഞ്ഞില്ല? അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞില്ല. പടപ്പിലേക്കാണ് ഷർറിനെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അത് അള്ളാഹുവിനോടുള്ള ഒരു അദബാണ്, മര്യാദയാണ്. ഒരു പ്രാർത്ഥനയിൽ കാണാം, അള്ളാഹുവെ ഷർറ് നിന്നിലേക്കുള്ളതല്ല, നിന്നിലേക്ക് ചേർത്ത് പറയാവുന്നതല്ല. നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാ ഖൈറും ഷർറും ആത്യന്തികമായി അള്ളാഹുവിൽ നിന്ന് തന്നെയുള്ളതാണ്. പക്ഷെ ഷർറ് അവനിലേക്ക് ചേർത്ത് പറയാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഒരു അദബാണ്. നമ്മളത് മുമ്പ് വിശദീകരിച്ചിരുന്നു. കാരണം അള്ളാഹുവിന്റെ ഒരു പടപ്പും എല്ലാ നിലക്കും ഒരിക്കലും ഷർറാവുകയില്ല. അതിന് ഷർറായ വശമുണ്ടെങ്കിൽ ഖൈറായ വേറൊരു വശം ഉണ്ടായിരിക്കും. അപ്പൊ അള്ളാഹു ഇബ്ലീസിനെ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു തിന്മകളെ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷേ നന്മയുടെ വില മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ തിന്മണ്ടാണ്. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന്റെ വില അറിയും. അപ്പൊ അങ്ങനെ ഒരു വശം അതിനുണ്ട്. മാത്രമല്ല പടപ്പുകൾ തെറ്റുകൾ ചെയ്താലേ അവർക്ക് ഇസ്തിഗ്ഫാറിനുള്ള അവസരമുള്ളൂ. അല്ലെ? ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് ഇഷ്ടമാണ്, തൗബ അള്ളാഹുവിന് ഇഷ്ടമാണ്. തെറ്റുകളില്ലെങ്കിൽ അത് നടക്കൂലല്ലോ. അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. അല്ലാഹു തആല അലം. ومن شر غاسق إذا وقب ثم خص بعد ما عم. നോക്കൂ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ശൈലിയാണിത്. മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചതിന്റെ ഷർറിൽ നിന്നെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഷർറ് അതിന് പുറത്തുണ്ടോ? ഇല്ല, എല്ലാ ഷർറും അതിൽ പെട്ടു. പക്ഷെ പിന്നെ അള്ളാഹു എന്ത് പറയുകയാണ്? സുമ്മ ഖസ്സ ബഅദ മാ അമ്മ. മൊത്തത്തിൽ പറഞ്ഞ ശേഷം പിന്നീട് അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുക. അള്ളാഹുവിന്റെ ശൈലിയാണത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. ഇബാദത്തിൽ ഇസ്തിആനത്ത് പെട്ടു. പക്ഷെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇസ്തിആന, അതെടുത്തു പറഞ്ഞു. ആമിന് ശേഷം ഖാസ് പറഞ്ഞു. അള്ളാഹുവിന്റെ ശൈലിയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അതിൽ പല ഹിക്മത്തുകൾ ഉണ്ടാവും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ സഹായം കൂടിയേ തീരൂ. അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരുപാട് ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ടാകും. അള്ളാഹുവിന് മാത്രമേ അത് മുഴുവനായി പറയാൻ സാധിക്കുള്ളൂ. പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ മുഴുവനായി റബ്ബിന് മാത്രമേ അറിയൂ. മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞതിന് ശേഷം അതിൽപ്പെട്ട ഒരു ഷർറ് ആദ്യം എടുത്തു പറയുകയാണ്. ഏതാണ് ആ ഷർറ്? മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രിയുടെ ഷർറിൽ നിന്നും, അത് ഇരുൾ മൂടിയതായാൽ. രാത്രി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഷർറുണ്ട് എന്നത് മനുഷ്യന്റെ പ്രകൃതിക്കറിയാം, അല്ലെ? ആർക്കറിയാം? എല്ലാ മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്. ഇരുട്ടിനെ അവന് പേടി. ഇരുട്ടിൽ പലതും ഉണ്ടാകും. ഇരുട്ടിൽ വെളിച്ചം അന്വേഷിച്ച് നടക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. മനുഷ്യൻ ഇരുട്ടിന്റെ ഭയമാണ്, അവന്റെ പ്രകൃതിയാ. അള്ളാഹു പറയുകയാണ്, ومن شر غاسق إذا وقب أي من شر ما يكون في الليل. രാത്രിയിൽ നടക്കാൻ സാധ്യതയുള്ള
എല്ലാത്തിന്റെയും ഷർറിൽ നിന്ന്. ഹീന യഗ്ഷന്നാസ്, ആ രാത്രി ജനങ്ങളെ ഒന്നാകെ മൂടിയാൽ. രാത്രി മൂടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരെയും രാത്രി മൂടിയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും ഈ ഇരുട്ടിന് പുറത്തിറക്കാൻ പറ്റുമോ? അല്ലാണ്ട് ഏതെങ്കിലും ഒരു പഠിപ്പിന് ഇല്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് അള്ളാഹുന്റെ അനുഗ്രഹമാണ്. യഗ്ഷന്നാസ് وتنتشر فيه كثير من الأرواح الشريرة والحيوانات المؤذية. ഈ രാത്രിയിലാണ് പല ദുഷ്ടജന്തുക്കളും അതുപോലെ ദുഷ്ടന്മാരായ പല അർവാഹ് അൽ ശരീര എന്ന് പറഞ്ഞാൽ ഷർറുള്ള ആളുകൾ, അത് പിശാചുക്കളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നേരത്ത് രാത്രി മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തുവിടരുത് എന്ന് പറഞ്ഞു. അല്ലെ, പിശാചുക്കൾ അലഞ്ഞു നടക്കുന്ന സമയമാണിത് എന്ന് പറഞ്ഞു. പാതിരികൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അടക്കണം എന്ന് പറഞ്ഞു. ശൈത്താൻ വീട്ടിലേക്ക് കയറും എന്ന് പറഞ്ഞു. രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രിയിലുള്ള ഷർറുകൾ അറിയുമായിരുന്നെങ്കിൽ ഒരാളും രാത്രി യാത്ര ചെയ്യുമായിരുന്നില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഅറൂഫാണ്, അത് അറിയപ്പെട്ട കാര്യമാണ്. നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. വൽ ഹയവാനാത്ത് അൽ മുഅ്ദിയ, ഉപദ്രവമുണ്ടാക്കുന്ന ജന്തുക്കൾ രാത്രി പുറത്തിറങ്ങും. അല്ലെ, പല ജന്തുക്കളും, പാമ്പ് പുറത്തിറങ്ങുന്നപ്പോഴാണ് രാത്രിയാണ്. രാത്രി സമയത്ത് പുറത്തിറങ്ങുന്ന പല ജന്തുക്കളുമുണ്ട്. രാത്രി പുറത്തിറങ്ങുന്ന ആളുകളോട് എല്ലാവരും പറയും ശ്രദ്ധിക്കണം എന്ന് പറയും. ഇത് വളരെ ചുരുക്കിയ ഒരു തഫ്സീറാണ്. നാം സാഹചര്യ തഫ്സീർ പറഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള തഫ്സീറുകളിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വമിൻ ശർരി സവാഹിർ. നഫ്ഫാസാത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സവാഹിർ, സിഹർ ചെയ്യുന്ന സ്ത്രീകൾ. ഇവിടെ അല്ലാഹു പ്രത്യേക കാരണം അത് അവരെ കൂടുതലായി രംഗത്ത് കാണാം. ഇന്നും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ ഒരുപാടുണ്ട്, ജിന്നുമ്മമാർ ഒരുപാടുണ്ട്, സിഹർ ചെയ്യുന്ന സ്ത്രീകൾ. പ്രത്യേകമായി അള്ളാഹു സ്ത്രീകളെ ഈ ആയത്തിൽ പറഞ്ഞു, സിഹർ ചെയ്യുന്ന സ്ത്രീകളെ. അല്ലാത്തി യസ്തഇന്ന അലാ സിഹ്രിഹിന്ന ബിന്നഫസി ഫിൽ ഉഖദ്. എങ്ങനെയാണ് അവർ സിഹർ ചെയ്യുന്നത്? പല കെട്ടുകളിട്ട കെട്ടിൽ പല മന്ത്രങ്ങളും പറഞ്ഞ് ഊതും അതിലേക്ക്. അത് സിഹർ ചെയ്യാൻ അവർ അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാറുണ്ട്. അല്ലത്തി യുഅഖിദ്നഹ അല സിഹർ. സിഹറിന് വേണ്ടി അവർ കെട്ടുന്ന കെട്ടുകളിൽ അവരുടേതായ ചെറുക്കൻ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട്, ശൈത്താന്മാരെ വിളിക്കാനുള്ള മന്ത്രങ്ങൾ പറഞ്ഞ് ഊതുന്ന ആ സിഹറന്മാരുടെ, സാഹിറുകളായ സ്ത്രീകളുടെ ഷർറിൽ നിന്ന് അവരുടെ പ്രത്യേകത ഊതും. ഈ കെട്ടുകളിൽ ഊതുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ആരാ ഹാസിദ്? ഹാസിദ് ആരാ? അസൂയക്കാരൻ. ഹസദ് പറഞ്ഞ അസൂയ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവന്റെ ഷർറിൽ നിന്നും. വൽ ഹാസിദ് ഹുവ അല്ലദീ യുഹിബ്ബു സവാല അൻ-നിഅമ അനിൽ മഹ്സൂദ് വയസ്ആ ഫീ സവാലിഹാ ബിമാ യഖ്ദിറു അലൈഹി മിനൽ അസ്ബാബ്. അസൂയക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ അല്ലദീ, അവനാകുന്നു, യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, സവാല അൻ-നിഅമ അനിൽ മഹ്സൂദ്. ആരോടാണോ അവൻ അസൂയ, അവനിൽ നിന്ന് അള്ളാഹു കൊടുത്തിട്ടുള്ള അനുഗ്രഹം നീങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുന്നവൻ. ആർക്കാണോ, ആരോടാണ് അവൻ അസൂയുള്ളത്? അവൻ എങ്ങനെങ്കിലും തൊലഞ്ഞു പോകണം, അവനുള്ള എല്ലാ സൗകര്യങ്ങളും ഇല്ലാതായി പോകണം എന്നാഗ്രഹിക്കുക മാത്രമല്ല, അതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യും. മനസ്സിൽ ചിലപ്പോ അങ്ങനെ തോന്നിപ്പോ ആരോടെങ്കിലും അസൂയ, ഒരു മാനസികമായി മനുഷ്യന് തോന്നിപ്പോവും. പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാണ്? അതിനുവേണ്ടി പ്രവർത്തിക്കും കുടിച്ചു, നാവുകൊണ്ടും കൈകൊണ്ടും പലതുകൊണ്ടും. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടായിരിക്കും, എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് ഒരു 5% തിന്മ അയാളുണ്ടെങ്കിൽ അത് വലുതാക്കി പറയാം. 95% ആ മനുഷ്യന് നന്മ ഉണ്ടാവും, അത് കാണുകയില്ല. എന്താണ് കാരണം? ഇവൻ അയാളോട് അസൂയാണ്. അപ്പൊ അയാളുടെ തെറ്റുകൾ എടുത്തു പിടിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ മക്കൾ എല്ലാവരും ധാരാളമായ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ആളുകളാണ്. അവരിൽ നല്ലവരാരാണ്? തൗബ ചെയ്യുന്ന ആളുകളാണ്. മനുഷ്യന്റെ പ്രകൃതമാണ് അബദ്ധം സംഭവിക്കുക എന്നുള്ളത്. ആരോടാണ് അസൂയ? അയാളുടെ അബദ്ധങ്ങൾ എടുത്തു പറയും നാവുകൊണ്ട്. തന്റെ നാവുകൊണ്ട് എന്തെങ്കിലും അയാളെ ദ്രോഹിക്കാൻ പറ്റുമെങ്കിൽ, ആളുകൾക്ക് അയാളോട് വെറുപ്പുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യും.
നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട്, കുതന്ത്രങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ അതിനുള്ള കാരണങ്ങൾ, ആ അനുഗ്രഹം അയാളിൽ നിന്ന് നീങ്ങിപ്പോകാൻ എന്തൊക്കെ ചെയ്യണമോ അത് ചെയ്യുന്നവനാണ് അസൂയക്കാരൻ. അതുകൊണ്ട് അവന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടൽ ആവശ്യമാണ്. അള്ളാഹുവിനോട് അവന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടൽ, അസൂയക്കാരന്റെ അസൂയയിൽ നിന്ന് രക്ഷ തേടൽ ആവശ്യം തന്നെയാണ്, വളരെ അത്യാവശ്യമാണത്. അവന്റെ കുതന്ത്രം ബാത്തിലാക്കി കളയാണ്. അസൂയക്കാരൻ പലതും കാണിച്ചാല് ചിലപ്പോൾ അയാൾക്ക് നമ്മളോട് അസൂയ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പുറമേക്ക് നല്ല സ്വഭാവത്തിലായിരിക്കും, അങ്ങോട്ട് മാറിയാലായിരിക്കും, പിന്നിന്ന് കുത്തുന്ന സ്വഭാവത്തിലായിരിക്കും. അള്ളാഹുവിനോട് മാത്രമേ രക്ഷ തേടാൻ പറ്റുള്ളൂ. അല്ലെ, ശൈത്താൻ അങ്ങനല്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയാത്ത നിലയിൽ. കാണാത്ത ശത്രുവാണ്, സാധാരണ നിലയ്ക്ക് കാണാത്ത ശത്രുവാണ്. എന്നതുപോലെ അസൂയക്കാരൻ ചിലപ്പോൾ മുന്നിൽ നിന്ന് മിത്രമായിരിക്കാം, പിന്നിൽ നിന്നായിരിക്കും അവന്റെ കുതന്ത്രം. അവന്റെ കെയ്സ്, അവന്റെ കുതന്ത്രം അത് ബാത്തിലാക്കുവാൻ അള്ളാഹുവിനോട് സഹായം തേടൽ അത്യാവശ്യമാണ്. വയദ്ഖുലു ഫിൽ ഹാസിദ് അൽ ആയിൻ. ശ്രദ്ധിക്കണം, ശൈഖ് പറയുകയാണ് വയദ്ഖുലു ഫിൽ ഹാസിദ് അൽ ആയിൻ. ഈ അസൂയക്കാരൻ എന്ന് പറഞ്ഞതിൽ പ്രവേശിക്കും കണ്ണീർ തട്ടുന്ന ആൾ. ആരുടെ കണ്ണീറാണ് നമ്മൾ ഭയപ്പെടുന്നത്, അവനും എന്തിൽ പെടും? അസൂയക്കാരൻ എന്ന് പറഞ്ഞതിൽ അവന്റെ ഷർറിൽ നിന്നുമുള്ള രക്ഷ തേടലിൽ പെടും. കണ്ണീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അത് പ്രത്യേകം പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അൽഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. അൽഐനു ഹഖ്ഖുൻ, അൽഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എല്ലാവർക്കും അറിയാം. ഒരു സ്വഹാബി അവിടെ കുളിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ പരാമർശിച്ച് ഈ സഹാബി പുകഴ്ത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ബോധം കെട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടു. റസൂൽ ചോദിച്ചു, ഇങ്ങനെ ഈ സംഭവം പറഞ്ഞെടുത്ത് ഇങ്ങനെ ഒരാൾ കണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത്. റസൂൽ പറഞ്ഞു, അലാമായ ഖുതുലു അഹദുക്കും അഖാഹ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്ന വല്ലതും കണ്ടാൽ അയാൾക്ക് ബറക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? അപ്പൊ ഒരാളിൽ സൗന്ദര്യം എന്തെങ്കിലും നമുക്ക് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്നതായി കണ്ടാൽ ബാറക്കല്ലാഹു ഫീക്ക്, ബാറക്കല്ലാഹു അലൈക്ക്, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് തരട്ടെ എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മുടെ കണ്ണേറ് ആ മനുഷ്യന് കൊള്ളാൻ സാധ്യതയുണ്ട്. കണ്ണേറിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കാം? മരണം സംഭവിക്കാം. മരണം സംഭവിക്കാം എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, എന്റെ ഉമ്മത്തിൽ ഭൂരിപക്ഷം ആളുകൾ മരിക്കുന്നത് കണ്ണേറ് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖദർ കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നമ്മൾ പേടിക്കണം? ഒരു പകർച്ചവ്യാധി നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേടിക്കും? പേടിക്കാന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം, അള്ളാഹുവിനോട് രക്ഷ തേടണം. അള്ളാഹുവിന്റെ ദിക്റിൽ അവനോടുള്ള ഇസ്തിആനത്തിൽ നമ്മൾ മുഴുകണം. അള്ളാഹു രക്ഷിക്കും ഇൻഷാ അള്ളാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലതും അള്ളാഹുവിന്റെ ഖദറിനെ മറികടക്കുമായിരുന്നുവെങ്കിൽ എന്ത് മറികടക്കുമായിരുന്നു? കണ്ണേറ് മറികടക്കുമായിരുന്നു. ഒന്നും അള്ളാഹിന്റെ ഖദറിനെ മറികടക്കൂല. പക്ഷെ എന്തെങ്കിലും അള്ളാഹിന്റെ ഖദറിനെ മറികടക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഏതിനാണ് സാധ്യത? കണ്ണേറിന്. ഏതുപോലെ? ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ഞാൻ ആർക്കെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ആരോട് പറയുമായിരുന്നു? ഭർത്താവിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് പറയുമായിരുന്നു. അതുപോലത്തെ ഹദീസാണ്. അത് അങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ഈ ബോധം കെട്ടുവീണ സഹാബിയെ റസൂൽ ചികിത്സിച്ചു. ആരുടെയാണോ കണ്ണേറ് തട്ടിയത് ആ മനുഷ്യനോട് വുളു എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് തലയിലൂടെയും പാർശ്വഭാഗങ്ങളിലൂടെയും അതുപോലെ ഈ അരക്ക് താഴെ ധരിച്ച വസ്ത്രം, നമ്മൾ പാൻസ് പോലെ അല്ലെങ്കിൽ തുണി പോലെ മുകളിലത്തെ വസ്ത്രം, അതുപോലെ താഴെ വസ്ത്രം ഉണ്ടല്ലോ ഇസാർ, അതിന്റെ ഉൾഭാഗത്ത് ശരീരഭാഗം കഴുകാൻ പറഞ്ഞു. എന്നിട്ട് അതെടുത്ത വെള്ളം ഈ കണ്ണേർ ബാധിക്കപ്പെട്ട മനുഷ്യന്റെ തലയിലൂടെ ഒഴിച്ചു. അദ്ദേഹത്തിന് സുഖപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണാം സഹീഹ് മുസ്ലിമിൽ. നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ, നിങ്ങളുടെ കണ്ണേർ തട്ടിയെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒതുകൊടുത്ത് വെള്ളം തരണം, ശരീരം കഴുകി വെള്ളം തരണം എന്ന് പറഞ്ഞാൽ കഴുകി കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പോ നമുക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, രക്ഷ തരണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും അടുത്ത് വിളിച്ച് മന്ത്രിച്ചു കൊടുത്തു, ഉഈദുകുമാ
بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. വഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങളോട് അവന്റെ കലിമാത്തിനോട് രക്ഷ തേടുന്നു. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, എല്ലാ ശൈത്താന്മാരിൽ നിന്നും എല്ലാ ഹിംസ്ര ജന്തുക്കളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ കണ്ണേറിൽ നിന്നും ആക്ഷേപാർഹമായ കണ്ണിൽ നിന്നും എന്ന് പറഞ്ഞാൽ കണ്ണേറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ രക്ഷ തേടുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഈ രക്ഷതേട്ടമാണ്, ഈ പ്രാർത്ഥനയാണ് ആര് പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ഹാഖിനും ഇസ്മായിലിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും രക്ഷ തേടി കൊടുക്കണം. കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് ബാധിക്കും. കുട്ടികൾക്ക് പെട്ടെന്ന് കണ്ണേറ് ബാധിക്കും. കാരണം കുട്ടികളെ കണ്ട ആളുകൾ ഇങ്ങനെ നോക്കി വെക്കും, കുട്ടികളെ കളിപ്പിക്കും. ബറക്കല്ലാഹു ഫീക്, മാഷാ അല്ലാഹ് ഒന്നൊന്നും പറയാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകൾ, ഇതൊന്നും അറിയാത്ത ആളുകൾ. പിന്നെ പല ആളുകളും ഇതിന്റെ പേരിൽ ഇല്ലാത്ത പലതിലേക്കും പോയ ആളുകൾ ഉറുക്കെട്ടി നടക്കും, ചേരക്കെട്ടി നടക്കും. കണ്ണേർ ഇത് തട്ടി തെറിച്ചു എന്ന് പറയും. ഇതിൽ തട്ടി കണ്ണേർ തെറിച്ചു, കണ്ണേർ പ്രൂഫ്, അങ്ങനത്തെ സാധനങ്ങള് കെട്ടിയടക്കുന്ന ആളുകൾ, ചിർക്കിലേക്ക് പോയ ആളുകൾ. അപ്പൊ ഇതൊന്നും ഇത് പല നിലക്ക് മനസ്സിലാക്കിയ ആളുകളാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി രക്ഷ തേടണം, നമ്മൾ സ്വയം രക്ഷ തേടണം. അതിലുള്ള സൂറത്തുകളാണ് ഇതൊക്കെ. റബ്ബിൽ ഫലഖ്, റബ്ബിൻ നാസ്, രക്ഷ തേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള സൂറത്തുകളാണ്. അങ്ങനെ രക്ഷ തേടണം. കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കണം, നമ്മളും സ്വയം മന്ത്രിക്കണം. മറ്റുള്ളവർക്ക് ഖൈർ കണ്ടാൽ, അല്ലെങ്കിൽ നമുക്ക് ആശ്ചര്യമുള്ളത് കണ്ടാൽ എന്ത് പറയണം? ബാറക്കല്ലാഹു ഫീക്, ബാറക്കല്ലാഹു അലൈക്, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അങ്ങനെയൊക്കെ പറയണം. ബാറക്കല്ലാഹു ഫീക് എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളത്. ഇനി ആരെതെങ്കിലും ബാധിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ, ആളറിയില്ലെങ്കിൽ അള്ളാഹിനോട് നമ്മൾ രക്ഷ തേടുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, കയ്യിലൂതുക, തടവുക, ഖുർആൻ ധാരാളമായി കേൾക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി ആരെങ്കിലും ഇന്നാളെയാണ് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഒതുകൊടുത്ത ഇങ്ങനെ ഈ പറഞ്ഞ ശരീരഭാഗങ്ങൾ കഴുകിയ വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിക്കുക. ഒരു പടുജാഹില് ഇതിനെക്കുറിച്ച് ഒരു നോട്ടീസ് ഇറക്കി എഴുതിയിട്ടുള്ളത് പ്രാകൃത ചികിത്സ, കണ്ണേറുണ്ടെന്നും ആ കണ്ണേറ് ബാധിക്കുമെന്നും അതിന് ഒരു പ്രാകൃത ചികിത്സയുണ്ടെന്നും ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നു. വിവരദോഷി എഴുതിയതാണ്. ആരെ ഈ പ്രാകൃതം എന്ന് വിളിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കുഫറല്ലേ അത്? വിവരമില്ലാതെ ആളുകൾ എഴുതിയാണ്. അവനവന്റെ പാർട്ടിക്ക് യോജിക്കാത്തത് കൊണ്ട്, അവനവന്റെ മന്ദബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് ഹദീസുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ എതിർക്കുക. ഒക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഐനും അതിന്റെ ദോഷവും എന്തിൽപ്പെടും? ഏതിൽപ്പെടും? ഈ ഹാസിദ് എന്ന് പറഞ്ഞതിൽ പെടും. ആയിൻ എന്ന് പറഞ്ഞതിൽ ഹാസിദ് എന്നതും പെടുമെന്നാണ് അല്ലാമ നാസിറുദ്ദീൻ അല്ലാമ നാസിർ സഅദി അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നത്. അദ്ദേഹം മാത്രമല്ല മുൻഗാമികളായ ഒരുപാട് മുഫസ്സിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. കണ്ണേർ എന്നുള്ള വിഷയം പ്രത്യേകം പഠിക്കണം. പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ് അല്ലെ? യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞില്ലേ, യാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, മക്കളെ നിങ്ങൾ മിസ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരേ വഴിയിലൂടെ എല്ലാവരും കൂടി കയറരുത്, വേറെ വേറെ വഴിയിലൂടെ കയറണം. എന്തിനാണ് അത് പറഞ്ഞിട്ടുള്ളത്? മുഫസ്സിറുകൾ പറഞ്ഞു, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മക്കൾ എല്ലാവരും നല്ല ഭംഗിയുള്ള ആളുകളായിരുന്നു. യൂസുഫ് നബിയെ കുറിച്ച് അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഭംഗിയുടെ പകുതി, ലോകത്തെ മുഴുവൻ സൗന്ദര്യത്തിന്റെ പകുതി കിട്ടിയ ആളാണ് യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ സഹോദരന്മാരെന്തായാലും മോശമായിരിക്കില്ലല്ലോ, നല്ല ഭംഗിയുള്ള ആളുകളായിരുന്നു. അവർ കയറുമ്പോ യാക്കൂബ് നബി പറഞ്ഞു, നിങ്ങൾ ഒരേ വാതിലൂടെ കയറരുത്, വേറെ വേറെ വാതിലൂടെ കയറണം. കണ്ണേറ് പേടിച്ചിട്ടാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വഇയകാദു الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون. സൂറത്തു ഖലമിലുള്ള ആയത്താണ്. സൂറത്തു ഖലമിലെ അവസാനത്തെ ആയത്ത് നൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തിലെ ആയത്താണ്. വഇയകാദു الذين كفروا ليزلقونك بأبصارهم, കാഫിറുകൾ അവരുടെ കണ്ണുകൊണ്ട് നിന്നെ വീഴ്ത്തിയേക്കാം നബിയെ. അള്ളാഹു പറഞ്ഞതാണ്. കണ്ണേറിനെ കുറിച്ചാണ് ആയത്തെന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസുകളിലുള്ളതാണ്. ഹാസിദ് എന്ന് പറഞ്ഞാൽ കണ്ണേറുകാരനും കണ്ണേറിന്റെ ആളും അതിൽപ്പെടും. لأنه لا تصدر العين إلا من حاسد شرير الطبع. അദ്ദേഹം പറയുകയാണ്, എന്താണ് അങ്ങനെ കാരണം? ഹദീസിൻ നഫ്സ്, കാരണം അസൂയയുള്ളവന്റെ
കണ്ണിൽ നിന്നാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്? കണ്ണേറുണ്ടാവുക. മനസ്സിലല്ലോ? അസൂയ നമ്മൾ മനസ്സിൽ അസൂയ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. ചിലപ്പോ അസൂയ വരാൻ, ഒരു അസൂയ നമ്മുടെ മനസ്സിലുണ്ടാകാൻ നമ്മൾ ഉദ്ദേശിക്കണമെന്നില്ല. ഇപ്പൊ കടന്നു വരാൻ ശൈത്താൻ ഉണ്ടാക്കിയേക്കാം. അപ്പൊ നമ്മൾ എന്തായാലും ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയണം. പൊതുവെ അസൂയക്കാരന്റെ കണ്ണിൽ നിന്നാണ് കണ്ണേറുണ്ടാവുക. എന്താണ് ഈ കണ്ണേറെന്ന് പറഞ്ഞാൽ? അതിന്റെ രഹസ്യം എന്താണ്? ഒരാളിങ്ങനെ നോക്കി ഒന്നും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ എന്താണ് ഈ മനുഷ്യന് സംഭവിക്കുന്നത്? അല്ലാഹു അഅലം. അല്ലാഹു അഅലം. പണ്ഡിതന്മാരതിന് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് എന്തെങ്കിലും പോയി അവിടെ കൊള്ളുന്നതായിരിക്കാം. ഇബ്നുൽ ഖയ്യിം അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നല്ലൊരു മറുപടി കൊടുക്കണം. കാരണം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസാണ്, ഒരു തരം പ്രത്യേക പാമ്പിനെ കുറിച്ചുള്ള ഒരു ഹദീസുണ്ട്. വാല് മുറിഞ്ഞ, വാലില്ലാത്തൊരു പ്രത്യേക തരം പാമ്പ്. ആ പാമ്പിന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം. എന്താ കാരണം? അതിനെ നോക്കിയാൽ നോക്കുന്നവന്റെ കാഴ്ച പോകും. വന്ന് കടിക്കൊന്നും വേണ്ട, നോക്കിയാൽ നോക്കുന്നവന്റെ കാഴ്ച പോകും. ഗർഭിണികളുടെ ഗർഭം അലസിപ്പോകും. കടിക്കൊന്നും വേണ്ട. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പാമ്പിനെ കുറിച്ച്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, സഹീഹ് ബുഖാരി മുസ്ലിം. എന്താ ഇതിലുള്ളത്? കണ്ണേറ് നിഷേധിക്കുന്ന ആളുകൾ അത് നിഷേധിക്കണമല്ലോ. എന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ബുദ്ധിയില്ലാത്ത ആളുകളാണ് നിഷേധിക്കുന്നത്. വിവരമുള്ള ആളുകൾ ഒരിക്കലും അഹ്ലുസുന്നത്തിന്റെ ഒരാളും അത് നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് മറുപടികൾ അതിന് പറയപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ ഈ അസൂയ ഇല്ലാതിരിക്കാൻ, അസൂയക്കാരന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ ഈ സൂറത്ത് കൊണ്ട് രക്ഷ തേടുക. ഫഹാദിഹി സൂറ തദമ്മനത് അൽ ഇസ്തിആദ മിൻ ജമീഇ അൻവാഇ ശുറൂർ. ശൈഖ് പറയുകയാണ്, ഈ സൂറത്ത് എല്ലാ ഷർറിൽ നിന്നും, ഷർറിന്റെ ഏതൊക്കെ ഇനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയുള്ള രക്ഷ തേടൽ ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നു. ഉമൂമൻ വ ഖുസൂസൻ, പൊതുവായിട്ടുള്ളതും പ്രത്യേകമായിട്ടുള്ളതും. പൊതുവായ ഷർറ് മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടുന്ന പ്രത്യേകമായ ഭീകരമായ പല ഷർറുകൾ എണ്ണി പറഞ്ഞു. ഒന്നാണ് രാത്രി നടക്കുന്ന പലതും. പിന്നെന്താ പറഞ്ഞത്? സാഹിറന്മാരെ കുറിച്ച്. പിന്നെയോ അസൂയക്കാർ. അതിൽ എന്തൊക്കെ പെട്ടു? കണ്ണേറ് പെട്ടു. നോക്കണം, എത്ര നമ്മൾ പേടിക്കണം, കണ്ണേറ് എത്ര നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കുട്ടികൾ എത്ര നമ്മൾ സൂക്ഷിക്കണം. മരിച്ചു എന്നായി പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുവോ? എത്ര അനുഭവങ്ങളുണ്ട്. നമ്മുടെ അയൽവാസികളായ നമ്മുടെയൊക്കെ ബന്ധങ്ങളിലുള്ള ചെറിയ കുട്ടികൾ ഒരു പ്രശ്നമില്ലാതെ നടന്ന കുട്ടികളായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും പൊതുവെ കാണാറുള്ളത് വീട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ എന്തെങ്കിലും ഫംഗ്ഷൻസ്, പൊതുവായ ചടങ്ങുകൾ, കല്യാണമോ അങ്ങനെ എന്തെങ്കിലും, അതിലേക്ക് ഓടി അടച്ചുണ്ടാവും കുട്ടികൾ. ചിലപ്പോൾ കുട്ടികൾ പാട്ട് പാടുന്നുണ്ടാവും, കുട്ടികൾ ചാടി കളിക്കുന്നുണ്ടാവും. അതിനുശേഷം കാണാം പല കുട്ടികളും മാറാ രോഗങ്ങൾ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. ഒരേ ദീർഘമായ കിടപ്പിൽ അനങ്ങാൻ പറ്റാത്ത കിടക്കുന്ന കുട്ടികൾ, എത്ര കുട്ടികളുണ്ട് അങ്ങനെ രോഗബാധിതരായ എത്ര ആളുകൾ. അള്ളാഹു എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കണം. അള്ളാഹു ഈ പറഞ്ഞിട്ടുള്ള സൂറത്തിൽ പ്രത്യേകം എണ്ണി പറഞ്ഞിട്ടുള്ള ഷർറാണ് അതൊക്കെ. ഉമൂമൻ വ ഖുസൂസൻ വദല്ലത്. ഇനി ശ്രദ്ധിക്കണം, വദല്ലത് അലാ അന്ന അസ്സിഹ്റ ലഹു ഹഖീഖ യുഖ്ശാ മിൻ ദറരി. മാത്രമല്ല ഈ സൂറത്തിൽ വ്യക്തമായ തെളിവുണ്ട് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതും അതിന്റെ ഉപദ്രവത്തെ പേടിക്കേണ്ടതുണ്ട് എന്നതിനും ഈ സൂറത്തിൽ വ്യക്തമായ തെളിവുണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ രാവിലെ എണീറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നവരെ എത്ര തവണയാണ് ഈ സൂറത്തുകൾ കൊണ്ട് രക്ഷ തേടാൻ പറഞ്ഞിട്ടുള്ളത്? ഇല്ലാത്തൊരു സംഗതി, വെറും കൺകെട്ട് വിദ്യയാണ്, ആളുകളെ പറ്റിക്കുന്ന ചെപ്പടി വിദ്യയാണ് സിഹറെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ രക്ഷ തേടാൻ പറയും. എന്ത് വിഡ്ഢിത്തമാണ് ഈ ആളുകൾ പറയുന്നത്? ഈ സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന ആളുകൾ എന്താണ് അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്? എന്ത് ദീനാണ് അവർക്കുള്ളത്? എന്ത് വിവരമാണുള്ളത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ശൈഖ് പറയാണ്, ആ സിഹറിന് ഹഖീഖത്തുണ്ട്, അതിന്റെ ഉപദ്രവത്തെ പേടിക്കേണ്ടതുണ്ട് എന്ന് ഈ ആയത്തിൽ, ഈ സൂറത്തിൽ തെളിവുണ്ട്. വയുസ്തആദു ബില്ലാഹി മിൻഹു വമിൻ അഹ്ലിഹി. മാത്രമല്ല അത് പേടിച്ചാൽ മാത്രം പോരാ, പേടിച്ചിട്ട് ഇങ്ങനെ പേടിച്ചു നടക്കണം എന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സത്യവിശ്വാസികൾ നിർഭയത്വമുള്ള ആളുകളാണ്. പിന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ നടക്കുന്ന ഹറാമുകളിൽ മുഴുകിയിട്ടുള്ള ആളുകൾ അവർ പേടിക്കേണ്ടി വരും. എല്ലാ ശൈത്താനും അവന്റെ മേത്ത് കയറും. എല്ലാ ശൈത്താന്മാരും അവരുടെ കുടുംബത്തിലുണ്ടാവും. കാരണം അള്ളാഹുവിന്റെ കാവലവനുണ്ടാവില്ല. അള്ളാഹിന്റെ ദിക്റിന് വിട്ടവന് അള്ളാഹിന്റെ കാവലുണ്ടാവും. ഹറാമുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ,
ഹലാലായ സമ്പാദ്യം ഹറാമായ ആളുകൾ, ഹറാമുകൾ കേൾക്കുന്ന, ഹറാമുകൾ കാണുന്ന, ഹറാമിനോട് യാതൊരു നിലക്കുള്ള അതിനോടുള്ള വെറുപ്പുമില്ലാത്ത പലിശ തിന്നുന്ന ആളുകൾ, ഇങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ വില കൽപ്പിക്കാതെ നടക്കുന്ന ആളുകൾ, അവരെ കൂടെ തന്നെ അവരെ തന്നെ ശൈത്താൻ അവരെ വലയം ചെയ്തിരിക്കുന്നു. എല്ലാ നിലക്കുള്ള ദുർ. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സമയം നീട്ടിക്കൊടുത്തേക്കാം. അതാണ് ഏറ്റവും വലിയ അപകടം. അള്ളാഹു ഇങ്ങനെ അവരെ പിടിക്കാതെ സമയം നീട്ടിക്കൊടുക്കും. ഇസ്തിദ്റാജ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ വഉംലി ലഹും. അള്ളാഹു പറഞ്ഞത് നാം അവർക്ക് ഇങ്ങനെ സമയം നീട്ടിക്കൊടുക്കും. അങ്ങനെ യാതൊരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ജീവിതം മുഴുവൻ ഹറാമുകൾ നിറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ല. അപ്പൊ അവർ വഞ്ചിതരാകും. എന്തിൽ? കാരണം നമ്മൾ നല്ല ആളുകളായതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇങ്ങനെ സമയം നീട്ടിത്തരുന്നത്. അള്ളാഹു ഉംലീലവും അവർക്ക് നാം സമയം ഇങ്ങനെ നീട്ടിക്കൊടുക്കും. എന്തിനു വേണ്ടിയാണിത്? ഒറ്റപ്പിടുത്തം പിടിക്കുക. ഇന്ന കൈദി മതീൻ. അള്ളാഹു പറയുന്നു എന്റെ തന്ത്രം അത് വളരെ ശക്തിയേറിയതാണ്. ഒറ്റപ്പിടുത്തം പിടിക്കും. അപ്പൊ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറാമുകൾ ചെയ്യുന്നേന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൂടി വരികയാണെങ്കിൽ, ജീവിത സൗകര്യങ്ങൾ കൂടുകയാണെങ്കിൽ അള്ളാഹു ഒരു പിടുത്തം പിടിക്കാൻ അള്ളാഹു സമയം നീട്ടിത്തരുന്നതാണ്. ഫിറൗന് കൊടുത്തതുപോലെ. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയാറില്ലേ, അതുപോലെ. അപ്പൊ പിശാചിൽ നിന്ന്, സിഹറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം എന്ന് ഈ സൂറത്ത് കൊണ്ട് കിട്ടും. വഇസ്തആദു ബില്ലാഹി മിൻഹു വമിൻ അഹ്ലി. സിഹറിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടണം എന്നും ഈ സൂറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. വ്യക്തമായ തെളിവുണ്ട്. ഇതാണ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ ഈ ആയത്ത് ഈ സൂറത്തിന് പറഞ്ഞിട്ടുള്ള തഫ്സീർ. ഇനി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സൂറത്തിന്റെ തഫ്സീറിൽ വളരെ വിശദമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നൊന്നായി നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സൂറത്തിനെ കുറിച്ച്, ഈ സൂറത്തിനും അതുപോലെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നതിനും ഈ രണ്ട് ചേർത്തിട്ടും, അതുപോലെ മുമ്പുള്ള ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെയും മൂന്നും ചേർത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ ഇതിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പല ഹദീസുകളും നാം ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീറിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതൊന്നൊന്നായി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. അൻ ഉഖ്ബത്ത് ബിൻ ആമിർ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസുകളിൽ ഭൂരിപക്ഷവും ഇസ്രായേലിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ളത് ഉഖ്ബത്ത് ബിൻ ആമിർ എന്ന സഹാബിയാണ്. ആരാണ്? ഉഖ്ബത്ത് ബിൻ ആമിർ. ഉഖ്ബത്ത് ബിൻ ആമിർ എന്ന സഹാബി. ഉഖ്ബ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞു അലം തറ ആയാത്തിൻ ഉൻസിലത് ഹാദിഹി ലൈല ലം യുറ മിസ്ലഹുന്ന ഖത്തു. അലം തറ. ഉഖ്ബ, നീ കണ്ടിട്ടുണ്ടോ, നീ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെ നീ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നൊക്കെയാണ് അലം തറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എന്റെ അഭിപ്രായം എന്താണ്? ആയാത്തിൻ ഉൻസിലത് ഹാദിഹി ലൈല. ഇതാ ഈ രാത്രിയിൽ എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ ലം യുറ മിസ്ലഹുന്ന ഖത്തു, അതുപോലൊന്നും ഇതുവരെ കാണപ്പെട്ടിട്ടില്ല. അത്രയും ഗാംഭീര്യമേറിയ മഹത്വമേറിയ ആയത്തുകളാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുത്ത് ഏതൊക്കെയാണത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറത്തുകൾ ഇത് ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ തഫ്സീറിൽ ആദ്യം തന്നെ ഈ ഹദീസ് എടുത്തു കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഹദീസ് തന്നെ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അതിന്റെ സംഭവം വിശദീകരിച്ച് എങ്ങനെയാണ് നബിയെ കണ്ടത്, എപ്പോഴാണ് ഇത് നബി പറഞ്ഞതെന്ന്, അതിന്റെ കൂടെ എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ ചേർത്ത് പറയുന്ന സംഭവങ്ങൾ ഓരോന്നായി ഹദീസുകൾ കാണാം. അടുത്ത ഇമാം അഹ്മദിന്റെ റിവായത്തിലുള്ളതാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു ബൈനാ അന അഖൂദു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹിന്റെ വാഹനത്തെ ഇങ്ങനെ നയിച്ചു കൊണ്ടുവരികയായിരുന്നു. വാഹനത്തെ പിടിച്ചിങ്ങനെ ഞാൻ നടക്കുകയാണ്, റസൂലുള്ള വാഹനപ്പുറത്താണ്. അങ്ങനെ വരികയായിരുന്നു. ഫിനഖ്ബിൻ മിൻ തിൽക നിഖാബ്, ഒരു വഴികളിൽപ്പെട്ട ഒരു വഴിയിൽ വെച്ച് ഒരു പാതയിലൂടെ റസൂലുള്ളാഹിന്റെ വാഹനവും പിടിച്ച് സഹാബി വരികയായിരുന്നു. ഇദ് ഖാല ലീ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി, യാ ഉഖ്ബ അല്ലാ തർക്കബ്. ഉഖ്ബ, കയറുന്നില്ലേ? ഉഖ്ബനെ കൂടി കയറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. കയറുന്നില്ലേ എന്ന് ചോദിച്ചു. ഖാല ഫഅജ്ലൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അർകബ മർകബ. ഉഖ്ബ പറയുന്നു എനിക്കപ്പോൾ എന്റെ മനസ്സിൽ ഒരു
മടി തോന്നി കയറാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെ ഞാൻ താഴ്ത്തിക്കളയും, റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ കയറിയാൽ എന്നെനിക്ക് തോന്നി, ഞാനൊന്ന് മടിച്ചു. സുമ്മ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, യാ ഉഖൈബ് അലാ തർക്കബ്. ചോദിക്കാം, യാ ഉഖൈബ്. നബി ഒന്നുകൂടി ഒന്ന് ഓമനിച്ചു വിളിക്കുകയാണ്. ഉഖൈബ് പറഞ്ഞാൽ ഇപ്പൊ ജമീൽ, ഭംഗിയുള്ള ആൾ. ജുമൈൽ എന്ന് പറഞ്ഞാൽ കൊച്ചു ഭംഗിയുള്ളവൻ. അനസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉനൈസ് എന്ന് വിളിക്കാറുണ്ട്. ഒന്ന് ചെറുതാക്കി, ചെറിയ മോനേന്ന് വിളിക്കുന്നത് പോലെ ആ പേരൊന്ന് ചെറുതാക്കി വിളിക്കുകയാണ്. യാ ഉഖൈബ് അലാ തർക്കബ്, ഉഖൈബ് നീ കയറുന്നില്ലേ എന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാല ഫഅഷ്ഫഖ്തു അൻ തകൂന മഅസിയ. അപ്പൊ ഞാനിങ്ങനെ അത് ചെയ്യാതിരുന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കാരമായി പോവോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനി റസൂലിനെ കയറാൻ പറ്റി കയറിയില്ലെങ്കിൽ അത് നബിയോട് ധിക്കാരമായി പോകുമോ എന്ന് തോന്നി. ആദ്യം കയറാൻ മടി തോന്നി, രണ്ടാമത് കയറാതിരുന്നാൽ റസൂലുള്ളാഹിയുടെ അനുസരണക്കേടാകുമോ എന്ന് തോന്നി. ഖാല ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖബ കയറാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങി, ഉഖബക്ക് കയറാൻ സൗകര്യത്തിന് വേണ്ടി. വറകിബ്തുഹു നയ്ഹ. ഉഖബ പറയുന്നു, ഞാൻ മെല്ലെ വാഹനപ്പുറത്ത് കയറി. സുമ്മ റകിബ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കയറി. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുക വാഹനപ്പുറത്ത്. സുമ്മ ഖാൽ, പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉഖൈബ് അലാ ഉഅല്ലിമുക സൂറതൈൻ മിൻ ഖൈരി സൂറതൈൻ ഖറഅ ബിഹിമ അന്നാസ്. ഉഖബ, ജനങ്ങൾ പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ വെച്ച് നല്ല രണ്ട് സൂറത്തുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നമുക്ക് റസൂലുള്ളാഹിന്റെ താലീമിന്റെ ശൈലി ഇങ്ങനെയാണ്. ഒന്ന് ചോദിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. ആളുകളുടെ ശ്രദ്ധ റസൂലുള്ളാഹിന്റെ വാക്കിലേക്ക് ക്ഷണിക്കും. പല ഹദീസുകളിലും അങ്ങനെ കാണാം. സലാമിന്റെ ഹദീസുകളിൽ കാണാം, അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ആദ്യം റസൂലുള്ളാഹി പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ, ഈമാനിന്റെ ആളുകളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. അലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കും, എന്നിട്ട് പറഞ്ഞു കൊടുക്കും. അത് റസൂലുള്ളാഹിന്റെ ശൈലിയാണ്. ഖുൽതു ബലാ യാ റസൂലല്ലാഹ്. ഉഖബ പറഞ്ഞു, അതെ റസൂൽ, എനിക്ക് പഠിപ്പിച്ചു തന്നാരും. അലാ എന്ന് ചോദിച്ചാൽ ബല എന്നാണ് മറുപടി, എന്നാലേ അതേന്ന് ഉത്തരം കിട്ടുള്ളൂ. അലാ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്നാണ് അർത്ഥം കിട്ടുക. അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു. ബലാ യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിന്റെ റസൂലെ. ഫഅഖറഅനി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതി തന്നു, എന്നെ കൊണ്ട് ഓദിച്ചു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതി തന്നു. ثم أقيمت الصلاة. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടു, നമസ്കാരത്തിനുള്ള സമയമായി. ഫതഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറഅ ബിഹിമാ. റസൂലുള്ളാഹി നമസ്കരിക്കാൻ കയറി, എന്നിട്ട് നിസ്കാരത്തിലും ഏതോതി? ഈ രണ്ട് സൂറത്തുകൾ ഓതി. ثم مر بي فقال, പിന്നെ എന്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, كيف رأيت يا عقيب اقرأ بهما كلما نمت وكلما قمت. ഉഖബ, എങ്ങനെയുണ്ട്, എന്തുണ്ട് നിന്റെ അഭിപ്രായം ഈ സൂറത്തുകളെ കുറിച്ച്? ഈ രണ്ട് സൂറത്തുകൾ നീ പാരായണം ചെയ്യുക. കുല്ലമാ നിംത വകുല്ലമാ ഖുംത. നീ എപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും എപ്പോൾ നീ എഴുന്നേറ്റാലും ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ സൂറത്തുകളുണ്ടേ വേണം. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകളെല്ലാം പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ ഈ സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം അബൂദാവൂദും തിർമിദിയും നസായിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം ഇതേ സഹാബിയിൽ നിന്ന്. ഏത് സഹാബിയാണ്? ഉഖബത്ത് ഇബ്നു ആമിർ. ഉഖബത്ത് ഇബ്നു ആമിർ, എല്ലാവരും പഠിച്ചു വെക്കണം സഹാബിമാരുടെ പേര്. ഉഖബത്ത് ഇബ്നു ആമിർ. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖറഅ ബിൽ മുഅവ്വിദാത്ത് ഫീ ദുബുരി കുല്ലി സ്വലാഹ്. ഉഖബ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു മുഅവ്വിദാത്ത് പാരായണം ചെയ്യുവാൻ. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? ഇസ്ലാം ഏതൊക്കെ? ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മുഅവ്വിദതാനി എന്ന് പറഞ്ഞാൽ ഫലഖും നാസും, അല്ലെങ്കിൽ മുഅവ്വിദതൈൻ രണ്ടും പറയും. ജറാക്കുമ്പോൾ നസ്ബ് ചെയ്യുമ്പോൾ മുഅവ്വിദതൈൻ എന്ന് പറയും. ഭാഷയിലുള്ള ചില പ്രയോഗങ്ങൾ മാത്രം.
റസൂലുള്ള എന്നോട് കൽപ്പിച്ചു മുഅവ്വിദാത്ത് പാരായണം ചെയ്യാൻ, ഈ 3 സൂറത്തും പാരായണം ചെയ്യാൻ, ഫീ ദുബൂരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നമസ്കാരത്തിന്റെയും പിന്നാലെ, ഫർള് നിസ്കാരത്തിന്റെ ഒക്കെ പിന്നാലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്യാൻ, ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇത് പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. വീണ്ടും ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ കാണാം, ഇതേ സഹാബി, ഏത് സഹാബി? ഉഖ്ബത്ത് ബിൻ ആമിർ, റസൂലുള്ള പറഞ്ഞു, മാ സഅല സായിലും ബിമിസ്ലിഹാ വലസ്തആദ മുസ്തഈദും ബിമിസ്ലിഹിമാ. എന്താണ് മാ സഅല സായിലും ബിമിസ്ലിഹിമാ വലസ്തആദ മുസ്തഈദും ബിമിസ്ലിഹിമാ? ചോദിക്കുന്ന ഒരുവനും ഇതാ ഇതുപോലുള്ളത് കൊണ്ട് ചോദിച്ചിട്ടില്ല. ഇതുപോലെ 2 സൂറത്തുകൾ, ഈ സൂറത്തുകളിലുള്ളതുപോലെ കാര്യങ്ങൾ ഒരാളും ചോദിക്കുന്ന ഒരാളും ചോദിച്ചിട്ടില്ല. ഈ സൂറത്തുകളിൽ പറഞ്ഞതുപോലെയുള്ള രക്ഷ തേടലുകൾ, എന്തൊക്കെ കാര്യങ്ങൾ രക്ഷ തേടുന്നുണ്ട്, അതുപോലെ ഒരു രക്ഷ തേടുന്നവരും രക്ഷ തേടിയിട്ടില്ല. ശരിയല്ലേ? ഈ സൂറത്തിൽ പറഞ്ഞ ഷർറ് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇത് ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം നസായിയുടെ തന്നെ വേറൊരു ഹദീസ് കാണാം, ഇതേ സഹാബി ഉഖ്ബത്ത് ബിൻ ആമിർ പറയുകയാണ്, ഇത്തബഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാകിബ്, ഞാൻ റസൂലുള്ളാഹിനെ പിന്തുടർന്നു, വഹുവ റാകിബ്, റസൂലുള്ള വാഹനപ്പുറത്തായിരിക്കെ, ഫവദഅതു യദി അലാ ഖദമിഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ ഞാൻ റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ മുകളിൽ വെച്ചു. എന്ന് പറഞ്ഞാൽ വാഹനപ്പുറത്താവുമ്പോ കാല് കുറച്ച് മുകളിലുണ്ടല്ലോ, അപ്പൊ നബി ഇങ്ങനെ വിളിക്കാൻ വേണ്ടി കാലിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, അഖ്രിഇനി സൂറത ഹൂദ് ഔ സൂറത യൂസുഫ്, നബി എനിക്ക് സൂറത്ത് ഹൂദ് പഠിപ്പിച്ചു തന്നാലും അല്ലെങ്കിൽ സൂറത്ത് യൂസുഫ് എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന് ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു. ഫഖാൽ, റസൂലുള്ള പറഞ്ഞു, ലൻ തഖറഅ ശൈഅൻ അബ്ലഗു ഇൻദല്ലാഹ് മിൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഫഇൻ ഇസ്തതഅത അല്ലാ തഫൂതക ഫഫഅൽ. റസൂലുള്ള പറയുകയാണ്, ലൻ തഖറഅ ശൈഅൻ അബ്ലഗു ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ എത്താൻ പോകുന്ന ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്തിനേക്കാളും അല്ലാഹുവിങ്കൽ എത്താൻ യോജിച്ച വേറൊരു സൂറത്ത് എനിക്ക് ഓതാൻ കഴിയില്ല. മനസ്സിലല്ലോ? അള്ളാഹുവിലേക്ക് കൂടുതൽ എത്തുന്നത് ഏത് സൂറത്താൻ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉഖ്ബയോട് പറഞ്ഞു. സൂറത്ത് ഹൂദും സൂറത്ത് യൂസുഫും പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ സൂറത്തുകളെ മായി തട്ടിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറിയ സൂറത്തിനെ പറഞ്ഞിട്ടുള്ളത്. ഫഇൻ ഇസ്തതഅത അല്ലാ തഫൂതക ഫഫഅൽ, നിനക്ക് സാധിക്കുമെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്, ഈ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖാണ് നീ പാരായണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇത് ഇമാം നസായി ഉദ്ധരിച്ചിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന ഹദീസുകളൊക്കെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, അൻ ഉഖ്ബത്ത് ബിൻ ആമിർ ഖാൽ, നോക്കണം ഈ സൂറത്തുമായി വന്ന ഹദീസുകളൊക്കെ ഈ സഹാബിയാണ്, വേറെയും സഹാബിമാരുണ്ട്, പക്ഷെ കൂടുതലും ഈ സഹാബിയുടെ റിപ്പോർട്ടാണ് കാണുന്നത്. അൻ ഉഖ്ബത്ത് ബിൻ ആമിർ ഖാൽ, ഇതൊക്കെ ഒരേ സന്ദർഭം തന്നെ. ചിലപ്പോൾ ഹദീസുകൾ എന്ത് ചെയ്യും, കുറച്ച് മാത്രമായി റിപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ ഒരു സമയത്ത് നടന്നതായിരിക്കാം ഇത് മുഴുവൻ. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബിയോട് ഒരിക്കൽ ചോദിച്ചു, മൻ നജാത്ത്, നബിയെ എന്താണ് നജാത്ത്? നജാത്ത് പറഞ്ഞാൽ രക്ഷ, എന്താ രക്ഷാമാർഗം, എന്താണ് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം, എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ, വിജയം, രക്ഷ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംലിക് അലൈക ലിസാനക്, എന്താണ് അംലിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ നിന്റെ കൺട്രോളിന് കീഴിലാക്കുക. നിന്റെ നാവിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കണം? നിന്റെ കയ്യിലായിരിക്കണം. പലപ്പോഴും അങ്ങനല്ല, നമ്മളെ കൺട്രോളിലല്ല നമ്മുടെ നാവ്. ഒരു ചൊല്ല് പറയാറുണ്ട്, ഒരു ബുദ്ധിയുള്ളവന്റെ നാവ് അവന്റെ കൽബിന്റെ പിന്നിലായിരിക്കും, ഒരു ജാഹിലിന്റെ നാവോ അവന്റെ കൽബിന്റെ മുന്നിലായിരിക്കും. ചിന്തിക്കുന്നതിന് മുമ്പ് പറയും, പക്ഷെ അല്ലാത്തൊരാളോ ബുദ്ധിയുള്ള ഒരാളോ ആലോചിച്ചിട്ട് പറയും. കാരണം ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ആ വാക്ക് പിന്നെ നമ്മളെ ഭരിക്കും, ആ വാക്കിന്റെ അടിമയായിരിക്കും നമ്മൾ പറഞ്ഞില്ലെങ്കിലോ ആ വാക്കിനെ നമ്മൾ ഭരിക്കും, നമ്മളാണ് ആ വാക്കിന്റെ ഉടമസ്ഥൻ. മനസ്സിലല്ലോ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംലിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ നിന്റെ അധീനതയിലാക്കുക. വലിയസഅക ബൈതുക, രണ്ടാമത്തെ കാര്യം എന്താണ്? നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക. നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വീടുണ്ടാക്കണമെന്നാ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടെന്താ?
ആയിഷ റളിയല്ലാഹു അൻഹാ അവരുടെ വീട്ടിൽ ചെന്ന സഹാബിമാർ പറഞ്ഞ് കൈ ഇങ്ങനെ പൊക്കിയ റൂഫിൽ തൊടാൻ പറ്റും, കൈ പൊക്കിയാല് ഇവിടെ തൊടാൻ പറ്റും. ഹുജറാത്ത് എന്നാണ് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ മുറികളാണ്, ചെറിയ റൂമുകളാണ്, അറകൾ. ഹുജറാത്ത് പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ സൂറത്തിന്റെ പേര്. വലിയ സഅക ബൈതുക്, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വന്തം വീട്ടിൽ കയറിയാൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതി എന്ന് തോന്നാൻ പാടില്ല. വീട് വിശാലമായിരിക്കണം. എല്ലാ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്നാൽ അവിടെ സമാധാനം ഉണ്ടാകണം. വീട്ടിലിരിക്കാൻ ഒരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്ത് ഫിത്നകൾ കൂടിയ കാലത്ത് നീ എവിടെ കഴിയണമെന്ന് പറഞ്ഞത്? നിന്റെ വീട്ടിൽ കഴിയണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ, അങ്ങനത്തെ കാലം ഇപ്പൊ നമുക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്. എല്ലാവരും വീട്ടിൽ കൂടിയാൽ മതി എന്ന് പറഞ്ഞത് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വീട്ടിൽ കയറിയാൽ സമാധാനം ഉണ്ടാകണം. ഇപ്പം പോണം എന്ന് തോന്നാൻ പാടില്ല. സമാധാനം ഉണ്ടാകണം വീട്ടിൽ. അതാണ് വിശാലമാകുക എന്ന് പറയുന്നത്. അവൻ എല്ലാ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയൊരു സ്ഥലമായിരിക്കണം അവന്റെ വീട്. സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. വേഗം ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മതി എന്ന് വീട്ടിൽ നിന്ന് തോന്നാൻ പാടില്ല. ഇവിടുന്ന് പോയാൽ മതി തോന്നരുത്. അതാണ് വലിയ സഅകബൈതു, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക. മൂന്നാമത്തത് എന്താണ്? വബ്കി അലാ ഖതീഅതിക്, നിന്റെ തെറ്റുകളെ ഓർത്ത് നീ കരയുക. 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എത്ര മണിക്ക് ജമാഅത്ത്? 7:30. 2 മിനിറ്റ് കൂടി പറഞ്ഞിട്ടാ. 1 മിനിറ്റ്. നിന്റെ വീട് നിന്റെ നാവ് നിന്റെ അധീനതയിലായിരിക്കുക, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക. പിന്നെന്താണ്? നിന്റെ തെറ്റുകളെ ഓർത്ത് നീ കരയുക. ഇതാണ് നജാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഖബ പറയുന്നു, സുമ്മ ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു. ഫഖാല ലി, അപ്പോൾ നബി എന്നോട് പറഞ്ഞു, യാ ഉഖബത ഇബ്നു ആമിർ അലാ ഉഅല്ലിമുക സുവറൻ മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫി الزبور ولا في الإنجيل ولا في القرآن مثلهن لا يأتين عليك ليلة إلا قرأتهن فيها قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس. ഉഖബത്ത് ഇബ്നു ആമിറെ, സബൂറിലോ തൗറാത്തിലോ ഇൻജീലിലോ ഖുർആനിൽ തന്നെയോ ഇതുപോലെ വരാത്ത ചില സൂറത്തുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഇതുപോലെയാണ് എന്തിനെ പറ്റിയും പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിൽ തന്നെയോ വേറെ ഇതുപോലെയില്ല. അതുപോലെ അതേ വിശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 സൂറത്തിനെയും പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ലാ യഅതീന അലൈക ലൈലത്തുൻ ഇല്ലാ ഖറഅതഹുന്ന ഫീഹാ, നിനക്ക് രാത്രി വന്നാൽ നീ ഒരിക്കലും ഈ സൂറത്തുകൾ ഓതാതെ വിട്ടുകളയരുത്. ഇനിയും ആ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ്. സമയം കഴിഞ്ഞു, നമുക്ക് ജമാഅത്തിന് പോകേണ്ടതുണ്ട്. അടുത്ത ആഴ്ച ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, ഇത് നീ സ്വീകരിക്കണമേ. ഇതുപോലെ പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. ഈ ക്ലാസ് നടക്കുന്ന ഈ വീട്ടിനും വീട്ടുകാർക്കും അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണമേ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.